ഏയ്, നമ്മുടെ ആൻ്റണി ചേട്ടൻ്റെ വാർത്താ സമ്മേളനം കേട്ടു. സഹതാപം തോന്നുന്നു, പാവം. അതല്ല, ഓക്കെ, നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഇത് കാണിക്കാൻ വേണ്ടി അദ്ദേഹവും ലാലേട്ടനും പിന്നെ പൃഥ്വിരാജും മുരളി ഗോപിയും ഒക്കെ ചേർന്ന് എവിടെയോ കൊണ്ടെത്തിച്ചു. എനിക്കറിയത്തില്ല. നമ്മൾ കേരളത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വിജയം. കേരളത്തിൽ നിന്ന് മാത്രം 50 കോടി 4-5 ദിവസം കൊണ്ട് വേൾഡ് വൈഡായിട്ട് തന്നെ 200 കോടി. ഓക്കെ, അത് ഞാൻ വിട്. അതൊക്കെ നമ്മൾ ആ ഒരു ക്വാളിറ്റി പടം കണ്ട ഞാൻ പറയുന്നത്, ഇപ്പോൾ ഞാൻ മാത്രമല്ല ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്, കണ്ടവർ പറയുന്നത് അതിൻ്റെ ക്വാളിറ്റി. പടത്തിൻ്റെ സ്റ്റോറി ഞാൻ വിട്ടു, കാര്യം അത് എല്ലാവർക്കും പിടിക്കത്തില്ല. അത് എനിക്ക് 3 മണിക്കൂർ, ഞാൻ 2 പ്രാവശ്യം കണ്ട് 3 മണിക്കൂർ എനിക്ക് ബോറടിച്ചിട്ടില്ല അതിനെക്കുറിച്ച്. ഓക്കെ, പക്ഷേ എമ്പുരാന് മുമ്പും ശേഷവും നമ്മൾ നോക്കുക. ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു, കൂട്ടുകാർ, ബന്ധുക്കൾ എല്ലാം പറഞ്ഞായിരുന്നു, ഈ എമ്പുരാന് മുമ്പ് അങ്ങ് വാനോളം പൊക്കി അടിച്ച് അല്ലേ, എല്ലാം എന്തുമാത്രം ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഹൈപ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ലാലേട്ടൻ്റെ പടത്തിന് വേണ്ടി ഇതിനേക്കാളും ഹൈപ്പ്, ഇത്രയും ഹൈപ്പ് ഉണ്ടായിട്ടില്ല. ഇതിനേക്കാളും ഹൈപ്പുണ്ട്, പക്ഷേ ഇതിനേക്കാളും ഹൈപ്പില്ല. അത്രയും മാത്രം ഹൈപ്പ് ചെയ്തു. പത്രങ്ങളിലും പരസ്യം കൊടുക്കാതെ തന്നെ ഭയങ്കര ഒരു ഇതായിരുന്നു, പത്രങ്ങളിലെല്ലാം, ഓൺലൈനിലും സോഷ്യൽ മീഡിയ എല്ലാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലൂസിഫറിൻ്റെ ഭയങ്കര ഒരു ഇതായിരിക്കും എന്ന് വിചാരിച്ചാണ് നമ്മൾ വന്ന് കാണാൻ വന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ഇതില്ല. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ജനങ്ങളെ കയറിയത് പടം മോശമാണ്, ഓക്കെ, എന്താണ് എന്നുള്ള രീതിയിൽ കാണാൻ പോയി. ഓക്കെ, താഴ്ന്നു വന്ന പടം അത് ഏതോ തരത്തിൽ അങ്ങ് പോയി. ഞാനതിനെക്കുറിച്ചല്ല പറയുന്നത്. പടം വിജയിച്ചു, പക്ഷേ മനുഷ്യരുടെ അവസ്ഥയാണ് ചിന്തിക്കേണ്ടത്. സോറി, കൂടെ നിന്ന് എത്ര പേരുണ്ടായിരിക്കും? നമ്മൾ ചിന്തിച്ചോ? ഞാൻ സന്തത സഹചര്യമാണ്, മോഹൻലാലിൻ്റെ എല്ലാം എനിക്കറിയാം എന്ന് പറഞ്ഞ ഒരുത്തം വന്ന്, ഒരു പട്ടാളക്കാരൻ, അവൻ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പട്ടാളം എന്ന് പറയില്ല, അവൻ പക്കാ വർഗീയവാദിയാണ്. അവൻ്റെ മുമ്പത്തെ ഒരു വർഷത്തിന് മുമ്പ് നമ്മളെ കുമ്മനം രാജശേഖരന് വേണ്ടി ഒരു വോയിസ് ഇട്ടായിരുന്നു ഇല്ലേ, വർഗീയത അങ്ങ് വിളമ്പുന്നൊരു വോയിസ്. അപ്പോഴേ അവന് മനസ്സിലാക്കിയതാണ്. പിന്നെ ചെവിയിൽ കൂടെയുള്ളവനൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ക്ഷത്രിയൻ. ഓക്കെ, നമ്മൾ മനസ്സിലാക്കണം, കേരള ജനം മനസ്സിലാക്കണം. ഞാൻ അതേ പറയുള്ളൂ, കേരള ജനം മനസ്സിലാക്കണം. ഒരു സീറ്റ് കിട്ടിയപ്പോൾ ഇങ്ങനെയാണെങ്കിൽ 5 വർഷത്തിന് മുമ്പ്, നമ്മൾ 5 വർഷത്തിന് മുമ്പല്ല, ഈ ഇടയ്ക്ക് നോർത്തിൽ ഒരു പടം ഇറങ്ങിയായിരുന്നു അല്ലേ, പാവം അതിൻ്റെ നായിക ഇട്ട സ്വിമ്മിങ് സൂട്ടിൽ കാവി കളർ എന്നുള്ള രീതിയിൽ, എനിക്കറിഞ്ഞൂടെ ഇവർക്ക് എന്താണ്, ഒരു അടിവസ്ത്രത്തിൽ കാവി കളറായാൽ പോലും അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പത്മാവതി എന്ന് പറയുന്ന ദീപ പടുക്കോണ്ട ഒരു പടമുണ്ട്, അതും ഇതേപോലെ തന്നെ. ചിന്തിച്ചോക്ക്, ആ ഒരു സംഭവം നമ്മളെ നാട്ടിൽ വന്നിരിക്കുകയാണ്, കേരളത്തിൽ വന്നിരിക്കുകയാണ്. ഇതുവരയ്ക്കും നമ്മൾ കേട്ടിട്ടില്ല, ഇങ്ങനൊരു സംഭവം നമ്മൾ കേട്ടിട്ടില്ല. എന്തുകൊണ്ട്? അത് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ, നമ്മളതിന് അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചില്ല എങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ അതേ പറയുള്ളൂ. പറ്റുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ പടത്തിന് ശേഷം ആ ഒരു കുടുംബം ഭയപ്പെടുത്തിയില്ല കേട്ടോ, ഭയപ്പെടുത്തിയില്ല. ഇങ്ങനെ ഞാനൊന്നും കാണിക്കില്ല, കമ്പെടുത്ത് വെച്ചിങ്ങനെ ഓങ്ങയാണ് ബാക്കിൽ. ഞാൻ പേടിപ്പിച്ചിട്ടില്ല കേട്ടോ, പേടിപ്പിച്ചിട്ടില്ല. എന്തൊരു നമ്മൾ മറ്റേ ബാല പറയുമ്പോൾ നമ്മളിത് പെട്ടനാ ഈസ് റോങ് അല്ലേ, അത് നമ്മൾ പറയേണ്ടി വരും. സത്യം. മേജർ രവി 2ാം ദിവസം വന്ന് പറയാണ്, ആദ്യ ദിവസം കെട്ടിപ്പിടിച്ച് എന്തോ ടെക്നിക്ക് മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞ് ഭയങ്കര വാദോരാതെ സംസാരിച്ച്. ചെന്ന് കാണ്, എപ്പോഴാണ് ഇതിൻ്റെ സംഭവം ഉണ്ടായത്, എപ്പോഴാണ് ആ ഒരു തിരിഞ്ഞത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ?
നമ്മൾ സാധാരണയായിട്ട് ചെന്ന് നിന്ന് കണ്ട് പടം കണ്ട് നമ്മളെന്തിന് ഇത് നോക്കണം? എല്ലാ പടത്തിലും, മിക്ക പടത്തിലും രാഷ്ട്രീയമുണ്ട്. കോൺഗ്രസിനായാലും കമ്മ്യൂണിസ്റ്റിനായാലും എല്ലാ ഇതിലും, മതത്തെ ആയാലും. ഇപ്പം നോക്കി ഇപ്പം ക്രിസ്തീയ മതത്തെ ഇതാക്കിയെന്ന് പറഞ്ഞിട്ട് ഇത് അടിച്ചിളക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഇതാരാണ് അടിച്ചിളക്കുന്നത്? നമ്മളത് മനസ്സിലാക്കണം. നമ്മളത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ നാളെ നമ്മുടെ പിള്ളേരാണ് ഇത് അനുഭവിക്കാൻ പോകുന്നത്, നമ്മുടെ തലമുറയാണ് അനുഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ പ്രതികരിക്കണം, വീട്ടിലിരുന്ന് പ്രതികരിക്കണം. നമ്മൾ സമരത്തിനിറങ്ങാനല്ല ഞാൻ പറയുന്നത്, സമരത്തിനല്ല, നമ്മൾ പ്രതികരിക്കണം. നമ്മളത് മനസ്സിലാക്കണം. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ വരെ പുറത്ത് വരുന്ന രീതി കണ്ട് എനിക്ക് ആ ഒരു ഇതുണ്ട്, ആവലാതിയുണ്ട്. ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. കാര്യം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം, പക്ഷെ പുറത്ത് കേട്ടത് വേറെ രീതിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ ഇസ്രായേലിലാണ്. ഇസ്രായേലിന് മുമ്പ് ഇവിടെ നടന്ന കാര്യങ്ങൾ, എൻ്റെ കണ്ണുകൊണ്ട് നടന്ന കാര്യങ്ങൾ വരെ, കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ, നമ്മളെ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞത് വേറെ രീതിയാണ്. അനുഭവിച്ച ഒരു വ്യക്തിയുള്ള എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്. അത്രമാത്രം ഇവിടെ പല രീതിയിൽ നടന്നിട്ടുണ്ട്. പക്ഷെ പുറത്തറിഞ്ഞ വേറെ രീതിയിലാണ്. അതേപോലെ നമ്മളറിയാത്തൊരു കാര്യമുണ്ട് ഇല്ലേ? കള്ളസാക്ഷി പറയാൻ പറ്റൂലേ? പറ്റും. പല രീതിയിലും തേച്ചു മായ്ച്ച കേസുകളുണ്ട്. അതിൻ്റെ പിന്നാമ്പർ നമുക്കറിയത്തില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്കറിയില്ല. അറിഞ്ഞുകൂടാത്ത കാര്യം അറിഞ്ഞുകൂടാന്നല്ല, പക്ഷെ അതിൻ്റെ ബാക്കിൽ നമ്മൾ പോയിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, സത്യാവസ്ഥ അറിയാൻ പറ്റും. അതേപോലെ ഈ ഇപ്പം കൂട്ടുകാരിൽ കൂടെ നിൽക്കുന്ന കൂട്ടുകാർ നമ്മൾ സൂക്ഷിക്കുക, ബന്ധുക്കൾ നമ്മൾ സൂക്ഷിക്കുക. നമ്മൾ ആപത്ഘട്ടത്തിൽ ആരാണോ നമ്മളെ കൂടെ നിൽക്കുന്നത് അവരാണ്, ഞാൻ എപ്പോഴും പറയും, അവരാണ് നമ്മുടെ യഥാർത്ഥ കൂട്ടുകാർ. നമ്മളൊരു വീഴ്ചയിൽ കൈത്താങ്ങുന്നവർ. എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ അനുഭവം കൊണ്ടാണ്, എൻ്റെ കാഴ്ചയിലും എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ എല്ലാ കാര്യവും ഞാൻ പറയുന്നത്. കാര്യം അല്ലാതെ ഞാൻ ഒരിക്കലും പറയത്തില്ല. എനിക്ക് അത്രമാത്രം അനുഭവം എൻ്റെ കാഴ്ചയിൽ എനിക്കുണ്ട്. എൻ്റെ കൂടെ നിന്നവർ എന്നെ കുത്തിയിട്ടുണ്ട് മുതുക്. ഞാൻ എന്ത് ചെയ്യും? ചിരിച്ചുകൊണ്ട് വിടും. അവരെന്തെ സഹായത്തിന് വിളിച്ചാൽ പോലും ഞാൻ ചെയ്തു കൊടുക്കും, പക്ഷേ അടുത്തിടത്തില്ല. സഹായം ചെയ്തു കൊടുക്കും, പക്ഷെ ഒരിക്കലും നമുക്കൊരു ബോർഡറുണ്ട്. അതേപോലെ എന്തിനു പിണങ്ങണം? എനിക്ക് അവരുടെ അടുത്ത് ഒരു വൈരാഗ്യമില്ല. നമ്മൾ ലാലേട്ടൻ പറയും പോലെ നമ്മളൊരു വേദന നമ്മൾ എടുത്ത് മുതുകിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മരിക്കുന്നത് വരെ അത് വേദന കൂടിക്കൊണ്ടേയിരിക്കും. ഞാനങ്ങനെ അതുകൊണ്ട് ഞാൻ വയ്ക്കത്തില്ല. സഹായം ചോദിച്ച് ചെയ്തു കൊടുക്കുക, അത് തീർന്ന കാര്യം. നമ്മൾ അങ്ങ് സിമ്പിളായിട്ട് അങ്ങ് വിട്ടാൽ മതി. പക്ഷേ അവൻ്റെ മനസ്സിലൊരു കുത്തും ഇല്ലേ? ഞാൻ അവൻ്റെ ആപത്ഘട്ടത്തിൽ അവനെ ഞാൻ സഹായിച്ചില്ല, പക്ഷെ എന്നെ സഹായിച്ചു, അവന് കുത്തണം. അതുകൊണ്ട് നമ്മളെ സഹായിക്കാത്തവരെ നമ്മൾ സഹായിക്കുക, ഒന്നും വേണ്ട, സന്തോഷത്തോടെ സഹായിക്കുക. നിങ്ങൾക്ക് നല്ലപോലെ ഉറങ്ങാൻ പറ്റും. ഞാൻ നല്ലതുപോലെ ഉറങ്ങും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ മനസ്സിലാക്കണം. ചിന്തിച്ചു നോക്ക്. പൃഥ്വിരാജിൻ്റെ ഭാര്യ, പൃഥ്വിരാജിൻ്റെ അമ്മ, മുരളി ഗോപി, ആൻ്റണി, ലാലേട്ടൻ. ഈ പടത്തിന് ശേഷം, പടത്തിന് മുമ്പ് ഇവർ തലയിലായിരുന്നു. ഈ പടത്തിന് ശേഷം ഇവരെവിടെയാണ്? ഇവരെന്തുമാത്രം ക്രൂരമായിട്ട് പല പത്രമാധ്യമങ്ങളിലും കൂടെ ഇട്ട് ഭീഷണിപ്പെടുത്തുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ പേടിപ്പിക്കുന്നില്ല. നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? നമ്മളെന്ത് പൊട്ടന്മാരാ? അതേ എനിക്ക് ചോദിക്കാനുള്ളൂ. അതുകൊണ്ട് എനിക്ക് അതേ പറയാനുള്ളൂ. എനിക്ക് വേറെ ഒന്നും പറയാം. നിങ്ങൾ ചിന്തിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ കൂടെ നിൽക്കുക, നമ്മൾ കട്ട സപ്പോർട്ട് ചെയ്യിക്കുക. ഞാൻ കട്ട സപ്പോർട്ടാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അതേ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മൾ കൂടെ നിൽക്കുന്നവരായാലും എപ്പോഴും നമ്മൾ നമ്മളൊരു വേലിക്കെട്ട്, നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്കിപ്പോൾ മനസ്സിലായി കാണും മേജർ രവി എന്താണ് പറഞ്ഞതും എന്താണ് കേട്ടതും. ഇപ്പം ഇന്ന് ആൻ്റണി എന്ന് പറയുന്നു, നമുക്കറിയത്തില്ല, മനസ്സിലായില്ലേ? സ്വന്തം പ്രശസ്തിക്ക് വേണ്ടിയും സ്വന്തം ലാഭത്തിന് വേണ്ടിയും ശ്രമിക്കുന്നവരുണ്ട്. മറ്റവനെ എങ്ങനെ പോയാലും കുഴപ്പമില്ല, പക്ഷെ എൻ്റെ കീശയിൽ കാശ് വീണം എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ടത്, ഞാൻ അതേ പറയുന്നത്, നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ടത് എന്താണ്? മതമാണോ, ജാതിയാണോ, അതോ ഇന്ത്യൻ ഭരണഘടനയാണോ? പക്ഷെ സ്കൂളുകളിൽ ശാസ്ത്രവും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ മതവും. എങ്ങനെ
കുട്ടികൾ വളരും. ഞാനിത് പറഞ്ഞു വന്നത് അതുകൊണ്ടാണ്. നമ്മളെ സ്കൂളുകളിൽ ഇന്ത്യൻ ഭരണഘടന പഠിപ്പിക്കണം. അപ്പോഴാണ് ഇന്ത്യയുടെ നമ്മൾ ഏത് തലത്തിലാണ് നമ്മൾ വളരേണ്ടത് നമ്മൾ ചെറുതിലേ പഠിപ്പിച്ചു തുടങ്ങും. നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നുണ്ടല്ലേ, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാവരും എൻ്റെ സഹോദരി സഹോദരങ്ങൾ എന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ പ്രതിജ്ഞയിൽ നിർത്തുകയാണ്. ഇന്ത്യൻ ഭരണഘടന നമ്മൾ പഠിപ്പിക്കുന്നില്ല. നമ്മൾ പഠിപ്പിക്കുന്നത് മതം. അവിടെ മതം കയറ്റും. അപ്പോൾ ഇങ്ങനെയാവും, പിന്നെ ഇങ്ങനെയാവും, അന്ധതയാവും. കണ്ണ് തുറക്കണമെങ്കിൽ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ മക്കൾക്ക് ചെറുതിലെ പള്ളിയിലും മദ്രസയിലും ഇവിടെ ഇത് ക്ഷേത്രത്തിൽ ശാഖയിലും പോയി ചെയ്യണോ, അതോ നിങ്ങൾ ഇന്ത്യൻ ഭരണഘടന പഠനം പഠിച്ചിട്ട് ശാസ്ത്രവും ഇതായിട്ട് വിദ്യാഭ്യാസത്തോടെ നല്ലപോലെ വളരണമെന്ന് ചിന്തിക്കുക. അങ്ങനെ വളർന്നാൽ മാത്രമേ നല്ല രീതിയിലുള്ള തലമുറകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ ചെയ്യുക. ഞാൻ വേറെ ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കുന്നില്ലേ, എൻ്റെ മനസ്സിലുള്ള ഒരു വികാരങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. കട്ട സപ്പോർട്ട് ലാലേട്ടൻ എമ്പുരാൻ ടീമിന്.